ഗൈസ് ഐ ആം പിന്നെം ബാക്ക്. ഗോട്ട് ആട് അഥവാ ബക്കരി തളപതി വിജയുടെ ഏറ്റവും പുതിയ ഈ സിനിമയാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഞാനും ഒരു തളപതി ഫാനാണ്. തളപതി ഫാൻസ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിലോ ഇപ്പൊ തന്നെ നിർത്തിയിട്ട് പോക്കാം. വീഡിയോ കണ്ടിട്ട് തന്നെ ചീത്ത പറയരുത്. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തായാലും വന്നല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ. അപ്പോ സിനിമ തുടങ്ങുമ്പോൾ ധൂം 2-ൽ മരുഭൂമിയിൽ കൂടെ ഒരു ട്രെയിൻ പോകുന്നത് പോലെ ഒരു ട്രെയിൻ ഇങ്ങനെ പോവാണ്. വർഷം നോട്ട് ചെയ്യണം, 2008 കെന്യ. 2010 ഇറങ്ങിയ സാംസങ്ങിന്റെ ഈ ടാബിൽ ലാ മൊട്ട എന്തോ ന്യൂസ് കാണാണ്. എന്താണ് പുള്ളി കാണുന്നത്? അപ്പൊ ലോ ഫോട്ടോയിൽ കാണുന്ന 11 അവനാണ് ഈ സിനിമയിലെ മെയിൻ വില്ലനായിട്ടുള്ള മേനോൻ. ഇവൻ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ ചീഫായിരുന്നു. ഇവനിപ്പോ രാജ്യദ്രോഹിയാണ്, മനസ്സിലായ? അപ്പൊ ചൂണ്ടിരുന്ന കോലും കൊണ്ട് നമ്മുടെ ഉല്ലാസ് വരും. എടാ, എന്നാലും ഇയാളെ ഡ്രോപ്പ് ചെയ്തൊരു വണ്ടീന് ഒരു ഒട്ടകത്തിന് ഒന്നിനെ കാണാനില്ല. ഇയാൾ നടന്നു വന്നു എത്ര ദൂരം? ട്രെയിൻ സ്പീഡ് 80 km/h. ബൈനോക്കുലർ എടുത്ത് നോക്കി ഉല്ലാസിന് ഒരു സ്പെഷ്യൽ സ്കിൽ ഉണ്ട്, ട്രെയിനിന്റെ സ്പീഡ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ആണ്ട്രാ ഒരു ഹെലികോപ്റ്ററിൽ ഒരു സയന്റിസ്റ്റിനെ തട്ടിക്കൊണ്ടുവരുന്നു. ആരാണ് ആ സയന്റിസ്റ്റ്? വിജയകാന്ത്, ക്യാപ്റ്റൻ. വിജയുടെ ശരീരത്തിന് വിജയകാന്തിന്റെ ഫേസ് മോർഫ് ചെയ്ത് വെച്ചാണ്. വിജയ് അന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലടാ. എന്നാൽ ഈ മരിച്ചുപോയ ആൾക്കാരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് കളിയാക്കേണ്ട ആവശ്യം എന്ത്? അല്ലെങ്കിൽ വൃത്തിയില്ല ചെയ്യാം. അപ്പൊ വിജയകാന്ത് വന്നിട്ട് പുട്ടുകുറ്റിന്ന് ഒരു യുറാനി എടുക്കും. എന്നിട്ട് വന്നിട്ട് പറയും ഇത് ഫേക്ക് ആണെന്ന്. സൗണ്ടിന് എന്ത് പറ്റി? തൊണ്ടയിൽ കിച്ച് കിച്ച്. സോറി ബ്രോ, തൊണ്ടയിൽ കിച്ച് കിച്ച്. വിക്സ് ഗുളിക കഴിക്കൂ, കിച്ച് കിച്ച് അകറ്റൂ. ആ സമയത്ത് ആണ്ട്രാ ഹിൽ ക്ലൈംബിംഗിൽ ഒരു കാർ ഓടിച്ചുകൊണ്ട് നമ്മുടെ ഡാൻസ് മാസ്റ്റർ വിക്രം സാറിന്റെ എൻട്രി. ഇഞ്ചാതി വണ്ടി വന്നിരിക്കുന്ന സയന്റിസ്റ്റ് ആണ് ഫേക്ക്. വില്ലനെങ്കിലും ഒത്തിരി ബുദ്ധിയുണ്ട്. സയന്റിസ്റ്റ് ഫേക്ക് ആണെന്ന് പുള്ളിക്ക് മനസ്സിലായി. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ ചീഫ് ആയിരുന്ന ആളുടെ മുടിയും താടിയൊക്കെയാണ് കാണണേ. ഇയാളെ മറ്റേ ജയിലിൽ നിന്ന് ഇറങ്ങിയ പോലെയുണ്ട്. എന്തോ എറിഞ്ഞ കാന്തോ ബോംബാ എന്തുവാണ്? അപ്പൊ നമ്മുടെ വിജയന് അല്ല സയന്റിസ്റ്റിന് എല്ലാവരും വെടിവെക്കാൻ വേണ്ടിട്ട് തോക്കിന്റെ മുൾമുനയിൽ ഇങ്ങനെ നിർത്തുമ്പോ സയന്റിസ്റ്റ് വാച്ചിൽ നോക്കുന്നു. ഗുളി കഴിക്കാണ്ട എന്തിനു വാച്ച് നോക്കണേ? എന്താ ട്രെയിനക്കാരെ സ്പീഡിൽ പോയത്? അപ്പൊ ബോംബ് പൊട്ടും. ഒരു ബോംബ്, 2 ബോംബ്, പൊട്ടലോട് പൊട്ടൽ. എന്റെ സംശയം എന്താ വെച്ചാലേ അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ തോക്ക് വിജയകാന്തിന്റെ കയ്യിലേക്ക് വരാനുള്ള ബോംബാണോ പൊട്ടിച്ചത്? പിന്നെ വെടി പുക ഇടി, പിന്നെ വെടിയോണ്ട് വെടി. വാവ്, മാസ്മരിക് എഡിറ്റിംഗ്. ഇൻസ്റ്റാഗ്രാമിൽ മമ്മൂക്കയുടെ ലാലേട്ടന്റെയും ഫിൽറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ഉണ്ട്. അങ്ങനെ എല്ലാരും ഇടിച്ചിട്ടിട്ട് വിജയകാന്ത് മുഖം മൂടി ഇങ്ങോട്ട് വലിച്ചു കീറിയിട്ട് ഇങ്ങനെ നിൽക്കും. എന്താ നാണാണോ മുഖം കാണിക്കാൻ? ഓ, ഇത് നമ്മുടെ വിജയണ്ണനല്ലേ? മനസ്സിലായില്ല. MS ഗാന്ധി MS ധോണിയായിട്ട് കൊളാബ് ചെയ്യാൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പ്രഭുദേവ സീൻ. എടാ, ആളില്ലാത്ത സ്ഥലത്ത് എന്തിനാണ് വെറുതെ വെടിവെച്ച് ഉണ്ട വാഴാക്കണേ? എന്നാൽ അവന്റെ കാഴ്ച സമ്മതിക്കണം. ആ ഉല്ലാസിന്റെ 1.5 മണിക്കൂർ കണ്ടായി ട്രെയിൻ അവിടെ നിന്ന് പോയിട്ട് ഇവൻ ഇപ്പോഴും കാണാന്ന്. ഇവന്റെ കാഴ്ച എന്ത് കണ്ണടത്? ഹെലികോപ്റ്ററിലപ്പോ ഒരാൾ തോക്കും വെച്ചോണ്ട് വന്നു. എടാ, എന്തുവാണ് ഇതൊക്കെ? വാവ്, വണ്ടർഫുൾ. ഇലാസ്റ്റിക്, ബോംബ് പ്ലാസ്റ്റിക് ആൻഡ് പ്ലാസ്റ്റിക്. പ്രഭുദേവ ബി ലൈക്ക്, എന്താ ഒരു മിസൈൽ അല്ലേ എന്റെ നേരെ വരുന്നേ? ചാടിക്കളയാം. ചിരിപ്പിക്കാണ്ട് പാടുന്നു. എന്റെ പൊന്നെ ദൈവം, ഇതൊക്കെ ഞാനന്ന് തിയേറ്ററിലുണ്ട് കണ്ട് ചിരിച്ചിട്ട് എനിക്ക് വയ്യ. തുടക്കം തന്നെ എനിക്ക് മനസ്സിലായി പടം കഴിയുന്നു. അപ്പൊ വിജയ് മേനോനെ പിടിക്കാൻ വേണ്ടിട്ട് ഫ്രണ്ടിലേക്ക് പോവാ. പ്രഭുദേവ വന്നിട്ട് പറയും, എട്ടൊന്ന് വേഗം വാടേ, 30 സെക്കൻഡിൽ ബോംബ് പൊട്ടും, നീ ഇവിടെ നോക്കിയിട്ടുന്നു. എന്നാലും ബോംബ് പൊട്ടാൻ പോണ നേരത്ത് നമ്മുടെ ഗാന്ധി അണ്ണൻ മറ്റേ പുട്ടുകുറ്റി എടുത്ത് ബാഗിൽ വെക്കാൻ മറന്നില്ല. എന്നാലും എന്ത് ബാഗ് അത്? സ്റ്റീലിന്റെ ബാഗ്. ഫ്ലിപ്കാർട്ടിൽ കിട്ടോ? സ്റ്റെപ്പ് കയറിയ വിജയണ്ണൻ കയറിൽ ചാടി പിടിക്കും. ഭാഗ്യം കയറിന് തീ പിടിച്ചില്ല.
ബൈ ദ ബൈ ഈ സീൻ നമ്മുടെ ബാലയുടെ സിനിമയുടെ കോപ്പി ആട്ടോ. ഞാൻ സമ്മതിക്കില്ല, ഞാൻ കണ്ടിട്ടുണ്ട് ബാലയുടെ സിനിമയിൽ. നല്ല നിങ്ങൾ നല്ല ആൾക്കാരാ. നിങ്ങൾ 3 പേര് ഹെലികോപ്റ്ററിൽ അങ്ങോട്ട് പോയി. ആ ഉല്ലാസ പാവ മരുഭൂമിയിൽ പൊരി വെയിലത്ത് കിടക്കാണ്. ആളൊന്ന് കയറ്റി കൊണ്ടുകൂടെ നിങ്ങക്ക്? അത് എന്റെ പാട്ടാണ്. ഈ ബീജം ഞാൻ എവിടെയോ നമസ്തേ സർ. അത് കഴിയുമ്പോ നമ്മുടെ ജയറാമേട്ടൻ വരും. അപ്പൊ ഈ ജയറാമേട്ടൻ ഈ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ ഹെഡാണെന്ന്. മറ്റേ സിനിമയില് സുരേഷ് ഗോപി പറഞ്ഞത് കറക്റ്റ് ആണ്. സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. സാറേ എങ്ങനെയുണ്ട്? എന്നിട്ട് ജയറാമേട്ടന് ഇവരെല്ലാവരും കൂടി കമ്പ്യൂട്ടറിൽ വിഷ്വൽസ് കാണിച്ചു കൊടുക്കാം. അല്ല, എന്റെ സംശയം എന്ന് വെച്ചാലേ ഇതാരെ വീഡിയോ എടുത്തേ? എത്ര വലിയ മണ്ടത്തരമാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്? ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം തോന്നിയുള്ളൂ. ജയറാമേട്ടന് ഒരു തോന്നി. ആ മൊത്തം ടീമും ട്രെയിൻ ബ്ലാസ്റ്റിംഗിൽ മരിച്ചുപോയി സാറേ. ഒഫീഷ്യൽ റിപ്പോർട്ട് ഫ്രം ദ കെനിയൻ ഗവൺമെന്റ്. ഓക്കെ, വില്ലൻ മരിച്ച സർട്ടിഫിക്കറ്റ് കാണിക്കണ്ട. അപ്പൊ സെക്കൻഡ് ഹാഫിൽ വില്ലൻ എന്തായാലും തിരിച്ചു വരും. 4:30 വൈഫിനെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകണം സാർ. അപ്പൊ ജയറാം പറഞ്ഞിട്ട് ഭാര്യയുടെ ചെക്കപ്പിന് പോകാണ്ട് വിജയ് തായ്ലൻഡിൽ എന്തോ മീറ്റിങ്ങിന് പോകും. ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ടോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പക്ഷെ സ്നേഹയുടെ പ്രശ്നം എന്നിട്ട് അറിയോ? വിജയിന് സംശയം. ഒരു ദിവസം അതായത് സ്നേഹ ഒരു തവണ കോള് വിളിച്ചപ്പോ വിജയിനെ കിട്ടി. പറഞ്ഞോ. ഇതെന്താ ഭയങ്കര ഒച്ച? എടാ, ഈ സീക്രട്ട് ഓപ്പറേഷൻ ഒക്കെ പോകുമ്പോ ഫോൺ ആരെങ്കിലും സൈലന്റ് ആക്കാണ്ട് പോണ മണ്ടന്മാരെ. എവിടെയാ സ്റ്റേ ചെയ്ത്? അത് പിന്നെ അവനൻ സുനില് അത് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നമ്മുടെ വെങ്കട് പ്രഭുവിന്റെ ഇൻസ്റ്റാഗ്രാം റീൽസിൽ നിന്ന് അടിച്ചു മാറ്റിയ ഒരു സ്ക്രിപ്റ്റ് ഞാൻ കാണിച്ചേ. തലേദിവസം വീട്ടിൽ വരാത്ത വിജയിനെ സംശയമുള്ള സ്നേഹ കൂട്ടുകാരെ ഫോൺ വിളിക്കുന്നു. ആദ്യത്തെ കൂട്ടുകാരൻ പറയുന്നു വിജയ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോയുള്ളൂ. രണ്ടാമത്തെ കൂട്ടുകാരൻ പറയുന്നു വിജയ് എന്റെ കൂടെ ഇരിക്കുന്നുണ്ട്, ഫോൺ കൊടുക്കണു. ഇത് റീൽസിൽ ലാസ്റ്റ് നമ്മുടെ വിജയ് എന്ന സത്യം പറയും, ഞാൻ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലാണ് വർക്ക് ചെയ്യണേ, നീ ഇത് വിശ്വസിക്കുന്നതുകൊണ്ട് പറയാൻ ചെന്ന്. അപ്പൊ അത് സ്നേഹ വിശ്വസിക്കൂലെന്ന്. തായ്ലൻഡിലോ? നമ്മള് 3 പേരും. ലാസ്റ്റ് വിജയണ്ണം പറയും, നിനക്ക് തായ്ലൻഡിലേക്ക് ഒരു സർപ്രൈസ് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഞാൻ അവിടെ പോയത്. വിവരം ഉണ്ടോ നിനക്ക്? ഇല്ലാലോ, അതല്ലേ പോണേ. അങ്ങനെ ഇവരെല്ലാരും കൂടി ബാങ്കോക്ക് എത്തി. പിന്നെ ഒരു പാട്ട്. പാട്ട് കഴിയുമ്പോ ജയറാമണ്ണൻ വിളിച്ചു പറയും മിഷൻ ഓൺ ആയിന്ന്. എടാ, മിഷൻ ആരെങ്കിലും ഒന്ന് ഓഫ് ചെയ്യടാ. അപ്പൊ മിഷൻ ഇത്രേ ഉള്ളൂ. ആ ചേച്ചീനെ കണ്ട, ആ ചേച്ചിയുടെ എന്തോ കാർഡ് അടിച്ചു മാറ്റിയിട്ട് മുകളിൽ ഏതോ സ്ഥലത്ത് പോയിട്ട് എന്തോ ഡാറ്റ കോപ്പി ചെയ്യണം. അത്രേ ഉള്ളൂ. കോപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോ വരുന്നവരൊക്കെ നമ്മുടെ വിജയണ്ണനെ ഇടിച്ചു. എല്ലാം കോപ്പി ചെയ്ത ശേഷം അവിടെ ഇരിക്കുന്ന ഒരു ബാഗ് എടുത്തിട്ടിട്ട് പുള്ളി ചില്ല് പൊട്ടിച്ച് ചാടും. അപ്പൊ അവിടെ നിൽക്കണവരൊക്കെ വന്ന് വിജയണ്ണന് വെടിവെക്കും. പക്ഷെ ഒറ്റ ഉണ്ട പോലും വിജയണ്ണനും കൊള്ളൂല, പാരഷൂട്ടിനും കൊള്ളൂല. എന്താ കാര്യം എന്നറിയോ? ആ പാരഷൂട്ട് ബുള്ളറ്റ് പ്രൂഫ് ആയിരുന്നു. അടുത്ത ദിവസം കാറിക്കോടെ സ്നേഹയുടെ കൂടെ പോകുമ്പോ വിജയൻ ആരോ ചേസ് ചെയ്യുന്നു. ആരത്? ആരാന്നൊന്നും എനിക്കറിയില്ല. കാറിന്റെ പുറകെ പോയുണ്ട്, വെടിയും വെക്കുന്നുണ്ട്, ചേസിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത്രയും വെടി വെച്ചിട്ടും വിജയ്ക്കും ഒന്നും പറ്റിയില്ല, കാറിന്റെ ടയറിനും ഒന്നും പറ്റിയില്ല. എന്നാലും 9 മാസം ഗർഭിണിയായ ഭാര്യനെ കൊണ്ട് മിഷന് വന്ന ഗാന്ധി മാസല്ലടാ. അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും സ്നേഹയ്ക്ക് പെയിൻ വരും. പെയിൻ വന്ന് സ്നേഹനെ ഹോസ്പിറ്റലിൽ കയറ്റും. You need to sign the consent form. ഓക്കെ. അപ്പൊ ലോല പെണ്ണ് വന്നിട്ട് പറയും, സാർ എനിക്ക് 2-3 പേപ്പർ ഒപ്പിട്ട് തരണം, അല്ലെങ്കിൽ നാളെ രജിസ്ട്രേഷൻ നടക്കൂല. കാല് വേദനിക്കുന്ന ചന വരുന്നില്ല. എങ്ങും പോരുത്, ഇവിടെ ഇരുന്നോണം. ഗാന്ധി മോനെ അവിടെ ഇരുത്തിയിട്ട്, ഗാന്ധി മോന എടാ ഗാന്ധി മോനെ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അവിടെ ഇരുത്തിയിട്ട് പേപ്പർ ഒപ്പിടാൻ പോകും. തിരിച്ചു വന്ന് നോക്കുമ്പോ ചെറുക്കനെ കാണാനില്ല. എല്ലാവരോടും ചോദിക്കും, എല്ലാവരും പറയും കണ്ടില്ല കണ്ടില്ല എന്ന്. ലാസ്റ്റ് CCTV നോക്കുമ്പോ ഒരു ചേച്ചി വന്ന് വിളിച്ചപ്പോഴേക്കും ആ പരട്ട ചെറുക്കൻ ആ ചേച്ചിയുടെ കൂടെ പോയിന്ന്. അങ്ങനെ ആ പയ്യൻ കയറിപ്പോയ വാൻ എവിടെയോ വെച്ച് ആക്സിഡന്റ് ആയിട്ട് തീ പിടിച്ച് കത്തി നശിച്ചു. വിജയ് ചെന്ന് നോക്കുമ്പോ പ്ലാസ്റ്റിക്കിലുണ്ടാക്കിയ സ്പൈഡർമാന്റെ രൂപം മാത്രം കത്തിപ്പോയില്ല, ചെക്കൻ കരിഞ്ഞുപോയി. കളിപ്പാട്ടം കണ്ട വഴി വിജയ് ഉറപ്പിക്കും ഇതെന്റെ മോൻ തന്നെ എന്ന് പറഞ്ഞിട്ട് ഒരു DNA ടെസ്റ്റ് പോലും നടത്താണ്ട് മോൻ മരിച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഞാൻ ജീവനെ ആഗ്രഹിച്ചതുപോലെ പെൺകൊച്ചാ നമുക്ക്. അപ്പൊ ഹോസ്പിറ്റലിൽ സ്നേഹയ്ക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കും. ജീവൻ എന്തിയെ? വിജയ് സ്നേഹനോട് പറയും ജീവന്റെ ജീവൻ പോയി എന്ന് പറയും. ഉള്ളത് പറയാലോ, തിയേറ്ററിൽ കണ്ടപ്പോ എനിക്ക് സ്നേഹയുടെ ഈ ആക്ടിങ് ഭയങ്കര ബോറായിട്ട് തോന്നി. കരച്ചിലൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരുമായിരുന്നു. ഷോർട്ടിറ്റി കണ്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ തോന്നല് ശരിയായിരുന്നു. അങ്ങനെ വിജയ് അവിടെ വെച്ച് കണ്ണടയ്ക്കും. പിന്നെ കണ്ണുറക്കുമ്പോ പ്രായമായി. അപ്പൊ ഇതിനെയാണല്ലേ ഈ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് സമയം പോയി എന്ന് പറയണേ. 16 വർഷമായിട്ട് ജീവന്റെ ജീവൻ പോയത് കൊണ്ട് തന്നെ വിജയും സ്നേഹയും മിണ്ടുന്നില്ല. ഇവർ 2 വീട്ടിലാണ് താമസിക്കുന്നത്. ലുക്ക് ഇൻടു ദ ക്യാമറ.
വിജയ് ആണെങ്കിൽ മറ്റേ റിസ്ക് പരിപാടിയൊക്കെ നിർത്തിയിട്ട് എംബസിയിൽ ജോലിക്കും കയറും. Can you take off your cap? ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു യൂണിവേഴ്സിറ്റി ആയിരുന്നു. ദേ ഇങ്ങനെ. Sir, സുഖമാണോ താൻ? സാർ എന്താ ഇവിടെ ചെന്നൈയില്? മധുരൈ മീനാക്ഷി ടെമ്പിൾ, തഞ്ചാവൂർ, ചിദംബരം. My boss. എന്റെ പൊന്നോ വേണ്ട അല്ലേ? എന്നാ ബാക്കിയാണോ? അല്ല ഇതാരെ ചിരിച്ചുകൊണ്ട് വരുന്നേ? ഓ നായിക. ഒരൊറ്റ ആഴ്ച നീ അവിടെ ചെന്ന് എമിഗ്രേഷൻ ഓഫീസേഴ്സിന് ട്രെയിനിങ് കൊടുത്തിട്ട് വാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ പറയും വിജയനോട് മോസ്കോയിൽ ഒരു എംബസി പോയിട്ട് ട്രെയിനിങ് എടുത്തു കൊടുക്കുക. നമ്മുടെ ഏതോ ഇന്ത്യൻ മിനിസ്റ്റർ എന്തോ മണ്ടത്തരം പറഞ്ഞത് അവിടെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ട് അവിടുത്തെ ആൾക്കാർ എന്തോ പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്, സമരം നടത്തുന്നുണ്ട്, എംബസി അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ സീൻ. അപ്പൊ വിജയനോട് അവിടെ ചെന്നിട്ട് അവർക്കൊക്കെ ഇത്തിരി കോൺഫിഡൻസ് കൊടുക്കാൻ പറയും. വിജയ് എംബസിയിലേക്ക് പോണ വഴിക്ക് ആരൊക്കെയോ സീനാക്കും. കലാപം, അടി, ആകെ ബഹളം. എംബസിയുടെ അകത്തും കലാപം, പിന്നെ ഫൈറ്റിന്റെ ഒടുവിൽ മുഖംമൂടിധാരിയായ അയാളെ നോക്കിയിട്ട് വിജയ് അയാളുടെ മാസ്ക് മാറ്റുമ്പോൾ തന്ത വിജയ് ഞെട്ടും, മോൻ വിജയും ഞെട്ടും, നമ്മളും ഞെട്ടും. ഭയങ്കര ട്വിസ്റ്റ് അല്ലേ? അങ്ങനെ വിജയ് ഒരു തടാകത്തിന്റെ തീരത്ത് ഒരു ബെഞ്ചില് മോൻ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കും. എന്നാലും എന്റെ മോൻ തന്നെയാണോ അത്, അതോ വേറെ ആരെങ്കിലും ആണോ? എടാ ഗാന്ധി, അപ്പൊ വിജയനെ ആര് വിളിക്കും? ആരവൻ? ഫോൺ ചെയ്ത് നീ എടുക്കില്ലേ? ഇയാളിപ്പോ മോസ്കോ എത്തി. നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? അതാ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പാഞ്ഞു വന്നേ. ഇവന് ഭ്രാന്താടാ, ഫോൺ വിളിച്ചിട്ട് എടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫ്ലൈറ്റും പിടിച്ചു വന്നാണ്. ഇവനൊരു സൈക്കോ തന്നെ. നാളെ ആ ഗ്യാങ് എവിടാന്ന് കണ്ടുപിടിക്കുന്നു, ആ പയ്യനെ പൊക്കുന്നു. വിജയ് ഇതെല്ലാം ലവനോട് പറയും. അപ്പൊ ലവൻ പറയും നമുക്ക് നാളെ ലവനെ പൊക്കാം. നെക്സ്റ്റ് ഡേ നമ്മുടെ തന്ത വിജയ് ഹാൻഡ്സ് വെച്ച വിജയനെ കാണും. ഹാൻഡ്സ് വെച്ചു എന്ന് ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ വിജയ് ചുണ്ടി ഇങ്ങനെ പിടിക്കില്ലേ, എന്താന്നറിയില്ല, എപ്പോഴും ചുണ്ടി ഇങ്ങനെ പിടിക്കണേ. എന്നാലും എന്റെ പൊന്നു മോനെ എന്റെ മുടിക്ക് എന്ത് പറ്റിയടാ? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫ്ലാഷൻ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള്. നീ എങ്ങനെയാടാ ഇവിടെ? തന്ത വിജയ് ചോദിക്കും എന്റെ പൊന്നു മോനെ നീ ഇത്ര നാളെ ഞങ്ങളെ പറ്റി കാണണമെന്നൊന്നും നീ ആലോചിച്ചില്ലെന്ന് പറയുമ്പോൾ പറയും എനിക്കൊന്നും ഓർമ്മയില്ല, സത്യമായിട്ട് ഓർമ്മയില്ല. എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാന്ന് വിചാരിക്കുന്നത് നടക്കുന്ന കാര്യമല്ല. ഹാൻസ് വിജയ് ഉള്ള എന്തോ ഫൈസൽ ഗ്യാങ് വൺ സീനാണ്, ടെററാണെന്നും പറഞ്ഞ് വിജയനെ പേടിപ്പിച്ചിട്ട് അവർ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. പിന്നെ ആരാന്നറിയില്ല, ഒന്നുമില്ലാത്ത ഒരുത്തം വന്നിട്ട് വിജയനെ വെടിവെക്കും. ഇവന്മാർക്ക് ആരാണ് ഏൽപ്പിച്ചു ഒന്നുമില്ലാത്തവന്മാരെ? ഓടി ഒളിച്ചു, ഭാഗ്യ രക്ഷപ്പെട്ട്. എടാ ഇവന്മാര് മണ്ടന്മാരാണ്. ഇവരവിടെ ഒളിച്ചു നിന്നിരുന്നെങ്കിൽ ആ ബൈക്കാരൻ നേരെ പോയേനെ. വെറുതെ അയാളെ തട്ടിയിട്ടിട്ട് ബാക്കിയുള്ളവരെ കൂടി അറിയിച്ചു. പിന്നെ ഒരു അരമണിക്കൂർ വെടികൊള്ളാത്ത ബൈക്കോട്ടം, ചേസിങ്ങും റേസിങ്ങും വെടിവെപ്പൊക്കെയാണ്. മറ്റേ ഫ്ലൈറ്റ് പിടിച്ച് വന്നവനില്ലേ അവൻ വിളിക്കും. ഇപ്പൊ ഞാൻ പറയുന്നത് മാത്രം ചെയ്യ. എന്താണോ ഐഡിയ? വെള്ള കളർ വണ്ടി. വിജയ് വിളിച്ചു വരുന്ന ആ 2 മിനിറ്റിനുള്ളിൽ ഒരു ട്രക്കുമായിട്ട് അവിടെ അയാൾ എങ്ങനെ എത്തി എന്നുള്ളത് ഇന്നും ചുരുളറിയാത്ത ഒരു രഹസ്യമാണ്. 21 വർഷത്തിന് ശേഷം സ്വന്തം മകനെ കാണുന്ന അമ്മയുടെ വൈകാരികമായ ഒരു സീനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആരും ചിരിക്കരുതേ. ഇത് തിയേറ്ററിൽ കോമഡി സീനായിരുന്നു. പാടന്ന് ചിരിപ്പിച്ച് കൊല്ലും. അങ്ങനെ ജീവനോടെ വന്നതുകൊണ്ട് തന്നെ സ്നേഹയുടെയും വിജയുടെയും വഴക്ക് മാറി വിജയനെ വീട്ടിലേക്ക് കയറ്റി. ഇടയ്ക്കിൽ അവളെ നീ സെറ്റ് ആക്കിയ നാളെ ഇവള് 21 വർഷം സിംഗിൾ ആയിട്ട് ജീവിച്ചു, അവൻ തിരിച്ചു വരും പറഞ്ഞു. മണ്ടന്മാര് ഈ സ്നാപ്ചാറ്റ് ഫിൽറ്റർ യൂസ് ചെയ്താ പോരാ? ചെറുപ്പം വിജയനും കിട്ടും, വലിയ വിജയനും കിട്ടും, പ്രായമായ വിജയനും കിട്ടും, എല്ലാരും കിട്ടിയനെ. വെറുതെ 200 രൂപയും കൊടുത്ത് 200 കോടിയും കൊടുത്ത് പൈസ കളഞ്ഞു. അപ്പൊ വിജയില്ല അയാളും കൂടി ബീച്ചിലിരുന്ന് വെള്ളടിക്കായിരിക്കും. അപ്പൊ ജയറാം വിളിച്ചിട്ട് പറയും എടാ ഗാന്ധി വേഗം നമ്മുടെ ഹോട്ടലിലേക്ക് വാ, എനിക്ക് ഇമ്പോർട്ടന്റ് കാര്യം പറയാണ്ട്. പറയും ഫോണിൽ കൂടെ പറയടാ. ഫോണിൽ കൂടെ പറയാൻ പറ്റൂല, നീ അങ്ങോട്ട് വന്നാ മതി. എന്നിട്ട് ജയറാം കാറി പോകുമ്പോ ആരോ ബോംബിടും. പുറകെ വെടിവെക്കാൻ ഓടിക്കുമ്പോ ജയറാം ഓടി മെട്രോയിൽ കയറും. ഈ മെട്രോയില് പോലീസ് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലടേ. മാത്രമല്ല വിജയ് ബൈക്കും കൊണ്ടുവരുമ്പോ മെട്രോന്റെ മറ്റേ കവാടം തുറന്നു കൊടുത്തിരിക്കുന്നു. കാരണം ഇടിച്ചു പൊളിക്കാൻ പറ്റില്ലല്ലോ, ഒറിജിനൽ മെട്രോ ആണല്ലോ. അപ്പൊ ജയറാമിന്റെ തെറിച്ചു പോയ ഫോൺ ആരോ എടുത്തോണ്ട് പോകും. ഫോൺ കള്ളനാ.
ജയറാം മെട്രോന്റെ ഉള്ളില്, ബൈക്ക് പുറത്ത്. ബൈക്ക് ഓടിച്ചോണ്ടൊരാള് മെട്രോ കൂടെ. അപ്പൊ ഈ ഹെൽമെറ്റ് വെച്ചത് ആരാന്ന് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാനേ. മറ്റേ ഹാൻഡ്സ് വെച്ച് വിജയാന്ന് എനിക്ക് സംശയമില്ല. പക്ഷെ ട്വിസ്റ്റ്, തന്ത വിജയും മെട്രോയിലുണ്ടെന്ന്. പക്ഷെ ഈ തന്ത വിജയ് എന്തിനാണ് ഹെൽമെറ്റിന് ഇട്ടടിക്കണേ? കൈയും കാലും കളയാന് അടിക്കണ ഹെൽമെറ്റിന്. എടാ ക്ലിപ്പൂരണ മണ്ട, നല്ല വലിച്ചാ വരുള്ളൂ. ലാസ്റ്റ് ഹെൽമെറ്റുകാരൻ ഒരു കത്തിയെടുത്ത് ജയറാമിനെ കൊന്നിട്ട് ഇറങ്ങിപ്പോവും. എടാ അത് വിജയായിരുന്നടാ, ഭയങ്കര ട്വിസ്റ്റ് തന്നെ, ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തില്ല. അവിടെ വന്നടാ ഇന്റർവെൽ ബ്ലോക്ക്, തന്ത വിജയ് വിസസ് ഹാൻസ് വിജയ്. അപ്പൊ ഇയാള് വന്നിട്ട് പറയും ജയറാം മരിക്കുന്നതിന് മുമ്പ് ഓഫീസിലെ സിസ്റ്റത്തിൽ നിന്ന് എന്തോ കോപ്പി ചെയ്ത് ഫോണിലേക്ക് ആക്കിയിട്ടാണ് പോയതെന്ന്. തോൽവി കാരണം ഒരു ദിവസം പോലും എനിക്ക് കണ്ണടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇവര് പറയണതൊക്കെ ഹാൻസ് വിജയ് അവിടെ കേൾക്കും. ഇതെന്ത് മറിമായം. ഞാൻ വീണ്ടും സ്ക്വാഡിലേക്ക് വരുവാ. ലാസ്റ്റ് നമ്മുടെ തന്ത വിജയ് പറയും ഞാൻ സ്ക്വാഡിലേക്ക് തിരിച്ചു വരാണെന്ന്. എന്നെ വന്നിരുന്നു, പക്ഷെ ഫാമിലിയോടും സാറ്റ്സിനോടും. ഇപ്പൊ നമ്മുടെ സ്ക്വാഡില് നമ്മുടെ കൃഷ്ണനും ഉണ്ടിട്ട് ആ ഫോൺ എങ്ങനെയോ മിസ്സായി പോയി. അതിന്റെ ഇടയ്ക്ക് ജയറാമിന്റെ ഫോൺ മെട്രോന്ന് എടുത്തുകൊണ്ട് പോയവൻ ഹാൻസ് വിജയിനോട് പറയും ഫോൺ കാണാനില്ല. മുഴുവൻ പ്ലാനും നക്കി തുടച്ച പോലെ ആവും. ഈ വിജയ് എന്താണ് പൊല്ലു പിടിച്ച് സംസാരിക്കണെന്ന് നിങ്ങൾക്ക് അറിയോ? ചെയ്യുമ്പോ എളുപ്പമാവാൻ വേണ്ടിട്ടാ. നമ്മുടെ ഹാൻസ് വിജയ്ക്ക് ഒരു കോള് വരും, ഡാഡ് എന്നാണ് കാണിക്കണേ. അപ്പൊ തന്ത വിജയ് ആയിരിക്കും. സൂപ്പർ അച്ഛാ. അല്ല, ട്വിസ്റ്റ്, എല്ലാം പ്ലാൻ ചെയ്ത പോലെ നടക്കുന്നത്. മെയിൻ വില്ലൻ ഞങ്ങൾക്ക് മനസ്സിലായേ ഇല്ല. മെയിൻ വില്ലൻ മേനോന്റെ ഫ്ലാഷ് ബാക്ക്. എല്ലാവർക്കും ഫ്ലാഷ് ബാക്കാ. വേറൊന്നുമല്ല, അന്നാ ബോംബ് വെച്ച് പൊട്ടിച്ച ട്രെയിനില്ലേ, അതിൽ ഇയാളുടെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ ആക്സിഡന്റിൽ മരിച്ചു. അതിന്റെ പ്രതികാരം ചെയ്യാൻ വന്നതാണ്. ഇവൻ വല്ലാത്ത തരം വില്ലൻ സൈക്കോട്ടാ. അതായത് മരിച്ചുപോയ ഫാമിലിയുടെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് വിജയുടെ ഫാമിലിയിലെ മോനെ തട്ടിക്കൊണ്ടുപോയി ആ ചെറുക്കനെ പീഡിപ്പിച്ച് അവിടെ അവന് രക്ഷകനായി വന്ന് അവരവിടെ നിന്ന് ദത്തെടുത്ത് 16 കൊല്ലം വളർത്തി ആ മോനെ കൊണ്ട് ഒറിജിനൽ വിജയിനെ കൊല്ലിക്കാൻ വേണ്ടിയിട്ട് പ്രതികാരം ചെയ്യുന്ന സൈക്കോ. അതായത് ഒരു പ്രതികാരം ചെയ്യാൻ 16 കൊല്ലത്തെ കാത്തിരിപ്പ്. ഇതിന്റെ ഇടയ്ക്ക് ഇവൻ അറ്റാക്ക് വന്ന് ചത്തെങ്കിൽ പ്രതികാരം ആര് ചെയ്യായിരുന്നു? ഇതാരാ വിജയ? ഇതും വിജയ്, അപ്പൊ അതും വിജയ്, അവർ രണ്ട് വിജയ. അവനെ അടിച്ചു കൊല്ലാനുള്ള അച്ഛൻ എന്തായി ചെയ്തു? ഇച്ചാതി എഡിറ്റിംഗ്. സ്വന്തം അച്ഛനെ മകൻ കൊല്ലുന്നത് പാപമല്ലേ? ഉള്ളത് പറയാലാ, ഇതിലും നല്ലത് ആദവനിലെ സൂര്യയുടെ എഡിറ്റിംഗ് ആയിരുന്നു. അച്ഛന്റെ ഒരു കാര്യം, എന്താടാ കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നേ? എനിക്ക് നിങ്ങളാണ് അച്ഛൻ, ഞാനാണ് നിങ്ങളുടെ മോൻ. അങ്ങനെയാ ഞാൻ കാണൂ, അങ്ങനെയാ ഞാൻ കണ്ടത്. അപ്പൊ ചെറിയ വിജയ് പറയും സ്വന്തം അപ്പനല്ല ആരായാലും എന്റെ വളർത്തച്ഛനായ നിങ്ങളുടെ ഫാമിലിനെ കൊന്നവനെ ഞാൻ കൊല്ലും, എനിക്ക് പ്രതികാരം ചെയ്യണം. നമ്മുടെ കുടുംബം തകർത്ത് അച്ഛനെ ഇങ്ങനെ ആക്കിയ ഗാന്ധി അച്ഛൻ അനുഭവിച്ചത് എല്ലാം അവൻ അനുഭവിക്കണം. എടാ കണ്ണിന് എന്ത് പറ്റിയടാ? കണ്ണിക്കേടാണോ? നീ ഒരു കാര്യം ചെയ്യ്, ഈ ഐ ഡ്രോപ്പ് 2 തുള്ളി വീതം 3 നേരം ഒഴുക്കി, ശരിയായിക്കോളും. പരിചയമുള്ള പേരാണല്ലോ. അടുത്ത ദിവസം ജയറാമിന്റെ മിസ്സായ ഫോൺ ഓൺ ആവുന്നു. ഫോൺ ആരുടെ കയ്യിലാണ്? കള്ളനായ യോഗി ബാബുവിന്റെ കയ്യിൽ. ഞാൻ ഉടനെ തന്നെ 50,000 രൂപ കൊണ്ട് വരാം. ലൊക്കേഷൻ എവിടെ പറ. തന്ത വിജയ് വിളിച്ച് യോഗി ബാബുവിനോട് പറയും ഞാൻ ഗാന്ധിയാണ്, നിനക്ക് 50,000 രൂപ തരാം മോനെ, ആ ഫോൺ എനിക്ക് തരുമോ? ഞാൻ 1 ലക്ഷം തരാം, എന്റെ തന്നേക്ക്. അപ്പൊ ഹാൻസ് വിജയ് വിളിച്ചിട്ട് പറയും ഞാൻ നെഹ്റു ആണ്, ഞാൻ 1 ലക്ഷം രൂപ തരാം, ഫോൺ എനിക്ക് വേണം. അങ്ങനെ ഓടി 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 ലാസ്റ്റ് ഒരു ഹോട്ടലിലെത്തി. ഫോൺ അതല്ല കയ്യിലിരിക്കുന്നേ. ലാസ്റ്റ് നമ്മുടെ ഉല്ലാസിന് യോഗി ബാബു ഫോൺ കൊടുക്കും. നീ എന്താ ഇവിടെ? ഒന്നുമില്ല, ഫോൺ വാങ്ങിച്ചോണ്ട് പോകാൻ വേണ്ടി വന്നതാ. ഉല്ലാസ് തിരിച്ച് നടന്നു വരുമ്പോ ദാണ്ട്രാ നിക്കണ് നമ്മുടെ ഹാൻസ് വിജയ്. എന്താ മാന ഇവിടെ നിൽക്കണേ? പിന്നീട് ഈ ഫൈറ്റ് ലാസ്റ്റ് കോഴീനെ കൊല്ലണത് പോലെ കഴുത്ത് ഞെരിച്ച് ഉല്ലാസിനെ ഹാൻസ് വിജയ് കൊല്ലും. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ തന്ത വിജയ് കാണും. അങ്ങനെ ഓടി 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 ലാസ്റ്റ് ഒരു വഴിയിലെത്തി കഴിയുമ്പോ അവിടെ ലവൻ ആ പെണ്ണിനെ ഉമ്മ വെച്ചോണ്ടിരിക്കുന്നു. ഇതിനു വേണ്ടിയാണോ വരാൻ പറഞ്ഞത്? എന്നാലും 5 മിനിറ്റിൽ ഈ പെണ്ണെങ്ങനെ ഇവിടെ എത്തിയിടാ? അതാണ് എന്റെ സംശയം. ഒരു കൊല കഴിഞ്ഞ ഒരു പാട്ട്, അതാണ് ഈ സിനിമയിലെ ഒരു രീതി. സർ മോസ്കോ ഗ്യാങ്ങിൽ നിങ്ങളെ റെഡ് അലർട്ടിൽ വെക്കാൻ പറഞ്ഞ അബ്ദുള്ള ഹാർബർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അടുത്ത ദിവസം നമ്മുടെ തന്തവിജയും ഗ്യാങ്ങും കാറിൽ പോവായിരിക്കും. അപ്പൊ പോർട്ടിൽ നിന്ന് വിളിച്ചു പറയും, മറ്റേ അന്ന് സസ്പെക്ട് ആയിട്ട് പറഞ്ഞൊരു ഫൈസൽ ഗ്യാങ്ങിൽ ഒരുത്തനില്ലേ, അവന് നമ്മുടെ പോർട്ടിൽ പിടിച്ചിരിക്കുന്നു, ഞങ്ങൾ അവിടെ ഉണ്ട്, വേഗം വരാൻ പറയും. ഗാങ്ങിലെ ഒരാളെ ചെന്നൈ ഹാർബറിൽ അറസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ തന്തവിജയ് വിളിച്ചിട്ട് ഹാൻസ് വിജയനോട് പറയും, മോനെ നീ പേടിക്കണ്ട, നീ വീട്ടിൽ തന്നെ ഇരിക്കണേ, ഇവരവിടെ പിടിച്ചിട്ടുണ്ട്, ഞാൻ പോയി അന്വേഷിച്ചിട്ട് നിന്നോട് പറയാം. ഹാൻസ് വിജയ് ആലോചിക്കുമ്പോ, അയ്യോ അവൻ മാത്രമല്ല എന്റെ വളർത്തച്ഛനോടെ ഉണ്ട്, അവനെ പിടിച്ചാ അച്ഛനെയും പിടിക്കും, സീൻ കോൺട്രയാവും, ഇപ്പൊ എന്ത് ചെയ്യും? ഹാർബറിൽ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന എല്ലാവരെയും 15 മിനിറ്റ് പുറത്തു വിടണം. ഐഡിയ. നായികനെ കടത്തിക്കൊണ്ട് പോകുന്നു, മറ്റേ ആളെ ബ്ലാക്ക്മെയിൽ ചെയ്യും. ഹലോ, അബ്ദുള്ളയും അവന്റെ കൂടെ അറസ്റ്റ് ചെയ്തവരെ എല്ലാം റിലീസ് ചെയ്യും സർ. അങ്ങനെ ലാസ്റ്റ് ഒരു വഴിയില്ലാണ്ടായി കഴിയുമ്പോ പ്രഭുദേവ വിളിച്ചിട്ട് പറയും, അവരെ റിലീസ് ചെയ്തോളെ. അവര് നിന്നെ വന്ന് രക്ഷിക്കട്ടെ. മൂവിയല്ലേ വേദനിക്കും. പക്ഷെ ഹാൻസ് വിജയ് ഈ പെങ്കൊച്ചിനെ റിലീസ് ചെയ്യില്ല, അതിനെ തട്ടിക്കളയും. അപ്പോഴേക്കും തന്തവിജയും ഗ്യാങ് എത്തും. പ്രഭുദേവ ലാസ്റ്റ് പെങ്കൊച്ചിനെ കാണും. യെസ്, ഇനി രക്ഷപ്പെട്ടു, ഇനി പേടിക്കാനില്ല. ഇനി നീ പെട്ടടാ മോനെ, വിജയ് കള്ളനാന്ന് അറിയൂടെ മോനെ. പക്ഷെ ട്വിസ്റ്റ്, പ്രഭുദേവിയും കള്ളനായിരുന്നു. എന്നാ ട്വിസ്റ്റ് ഈ VP അണ്ണൻ ഒരുക്കി വെച്ചിരിക്കുന്നേ. നിങ്ങൾ സത്യമായിട്ടും ഫാമിലിയോടൊപ്പം ട്രെയിനുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അപ്പൊ പ്രഭുദേവ നമ്മുടെ മറ്റയാളുടെ ഗ്യാങ് ആയിരുന്നു. ഈ പ്രഭുദേവയാണ് ഈ ബോംബ് വെച്ച് ഈ മേനോന്റെ ഫാമിലിനെ കൊന്നത്. എന്നിട്ട് പ്രഭുദേവ പറയും, സോറി എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയും. ഞാൻ അനുഭവിച്ച അതേ വേദന ഗാന്ധിയും അനുഭവിക്കണം. ഈ ഗാന്ധി എന്ത് ചെയ്തിട്ടാണ് ഇയാൾ ഗാന്ധിയുടെ പുറകെ നടക്കണേന്ന് എനിക്കറിയാൻ പാടില്ല, നിനക്കറിയൂ? ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയിൽ ആരെങ്കിലും കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധമില്ലാത്ത പാട്ട് വെക്കുന്നു. ദേ പിന്നെയും വന്നു, പെങ്കൊച്ചിനെ കൊന്നു, ദേ അടുത്ത പാട്ട്. ഈ സോങ്ങില് ഒരാള് അങ്ങനെ ഡാൻസ് കളിച്ച് വിജയ് അങ്കിളിന്റെ കഴുത്തില് ഒറ്റ കുത്തുകുത്തി അയാളെ കൊല്ലും. എന്താ റീസൺ എന്നറിയോ? വിജയ് ഇയാളെ കണ്ടിട്ടുണ്ട്, ഇയാളെ തപ്പി അപ്പന്റെ അടുത്തെത്തും, അതുവഴി എന്നെ പിടിക്കും. നെക്സ്റ്റ് നമ്മുടെ യോഗി ബാബുവിന്റെ ഹെൽപ്പോടെ വിജയ് മറ്റവനെ ട്രേസ് ചെയ്യും, വീട് റെയ്ഡ് ചെയ്യും, മറ്റേ കള്ളനായിട്ടുള്ള വില്ലൻ ജീവിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കും. നെക്സ്റ്റ് ഹാൻസ് വിജയും ലവനും കൂടി മീറ്റ് ചെയ്യുന്നു. ഇത് വിജയ് കാണുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു. അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തേ. ചോദ്യം ചെയ്യുമ്പോ ഹാൻസ് വിജയ് പറയും, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്റെ പൊന്നു സാറേ, എല്ലാം വിജയ് പറഞ്ഞിട്ട് ചെയ്തതാ. എന്നിട്ട് കുറെ ഷോ ഇറക്കിയിട്ട് ലവനെ വെട്ടിവെച്ച് കൊന്നിട്ട് തോക്ക് വിജയ്ക്ക് കൊടുക്കും. സുഖം തന്നെയല്ലേ? ഇത്രയും പെട്ടെന്ന് ഈ വിജയനെയും കൊണ്ട് പുറത്തിറങ്ങണം, അല്ലെങ്കിൽ സ്നേഹനെ തട്ടിക്കളയുന്നുള്ള ഭീഷണി. അപ്പ വന്നടാ നമ്മുടെ ഹീറോ അർജുൻ ദേശായി. കാമിയോ അപ്പിയറൻസ്. ഇത് നമ്മൾ ചന്ദനമഴയുടെ വിജയം. വിജയ് അവർ തോക്കൊക്കെ കാണിച്ച് പേടിപ്പിച്ചിട്ട് ഹാൻസ് വിജയനെയും കൊണ്ടുപോകും. അത് കഴിഞ്ഞ് കാണുമ്പോ വിജയനെ ആരോ ഏതൊരു ഗോഡൌണിൽ ചങ്ങല വെച്ച് കെട്ടിയിട്ടാണ്. വില്ലൻ വരാറ് എന്തിനാന്നറിയോ? ഇനിയുള്ള പ്ലാൻ പറഞ്ഞു കൊടുക്കണമല്ലോ, അതിന് അല്ലാണ്ട് എന്തിനാ? ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങളുടെ മകനായി എന്തുകൊണ്ട് തിരിച്ചു വന്നു എന്നുള്ളത്. ഈ വില്ലന്മാരിങ്ങനെ മണ്ടന്മാരാവരുത് കേട്ടോ. ഇയാള് മറ്റേതാ, എന്റെ നഷ്ടപ്പെട്ടു പോയ 3 കോടി കണ്ടുപിടിക്കാൻ 5 കോടി മുടക്കാൻ എനിക്ക് പ്രശ്നമില്ല. ഇവൻ ലൈറ്റ് ഓപ്പറേറ്ററോ എന്റെ ഇടയ്ക്ക്? സെമി ഫൈനൽ മാച്ചില് വലിയ ഒരു ബോംബ് സ്ഫോടനം നടത്താം. ഓ അതല്ല, സ്റ്റേഡിയത്തിൽ ചെന്നൈ മുംബൈ കളി നടക്കുന്നു. സോ കളി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്റ്റേഡിയത്തിൽ ബോംബ് വെക്കാനാണ് ഇവരുടെ പ്ലാൻ. ബോംബ് എങ്ങനെ അകത്ത് കയറ്റിയെന്നറിയോ? ആദ്യം തോട്ടിലിട്ടു, അത് കഴിഞ്ഞ് ഡ്രെയിനേജ് കൂടെ വന്നപ്പോ വണ്ടിയുടെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റി, എന്നിട്ട് സ്റ്റേഡിയത്തിൽ എത്തിച്ചു. എന്തിനു നമ്മുടെ തല ധോനിയുടെ ഡ്രസ്സറിന്റെ ഷെൽഫിന്റെ അവിടെ വരെ ബോംബ് വെച്ചു ചെയ്തിട്ട് കടന്നു കളയാൻ ശ്രമിക്കുന്ന നിന്നെയും നിന്റെ കുടുംബത്തെയും ഈ ദേശം മുഴുവൻ അന്വേഷിക്കും. ഇയാള് പറയണത് ഈ ബോംബ് പൊട്ടിക്കഴിഞ്ഞു കഴിയുമ്പോ വിജയ് രാജദ്രോഹി ആവുന്നതാണ്. അങ്ങനെ വൻ മാസ് ഡയലോഗ് അടിച്ചിട്ട് വില്ലൻ തിരിച്ചു നടന്നു പോവാണ്. അപ്പൊ വിജയ് വൻ ഡയലോഗ്. എന്റെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഓഫീസിൽ നിന്ന് വിജയും ഹാൻസ് വിജയും കൂടിയാണ് ഇറങ്ങി വന്നത്. എന്നിട്ട് ഹാൻസ് വിജയനെ കാണാനില്ല. ഈ വിജയനെ ഇവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. പുള്ളിയാണെങ്കിൽ പോലീസിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇത് നടക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. പ്രഭുദേവ കള്ളം മേനോനെ വിളിച്ചോണ്ട് വരുന്നുണ്ടല്ലോ, എന്തിട്ടാണോ സീൻ? ലവന്റെ മോളെ കൊന്നതിന്റെ പ്രതികാരം. എനിക്കും രാജേന്ദ്രനും മാത്രം അറിയാവുന്ന അബ്ദുൾ എന്ന പേര് കല്യാണിന് എങ്ങനെ അറിയാമെന്ന് എനിക്ക് അപ്പോഴേ സംശയം തോന്നി. എന്നിട്ടാണോ എന്റെ വിജയ് നിങ്ങൾ അവൻ ഒറ്റയ്ക്ക് വിട്ടേ? അതുകൊണ്ടല്ല പെങ്കൊച്ചു മരിച്ചേ. ശരിക്കും കള്ളൻ ഇവനാ. അവൻ ഇടി കൂടി അതിലൊരാൾ മരിക്കും. അത് നമുക്ക് അവിടെ കിട്ടും, ബാക്കി കാണാം. അപ്പൊ ഇതാണ് ബോംബ് ഓണാക്കാനുള്ള റിമോട്ട്.
എന്തിനാടാ ഇപ്പൊ ഇങ്ങനെ ഒരു റിമോട്ട് ഉണ്ടാക്കി വെച്ചാണ്? ഇത് വെച്ചിട്ട് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാനല്ലേ? കാശ് വന്നില്ലെങ്കിൽ ഗാന്ധി കാശ് തന്നില്ല എന്ന് പറഞ്ഞ് ബ്ലാസ്റ്റ് ചെയ്തു. ഓ, പൈസ തന്നു കഴിഞ്ഞാൽ ബോംബ് പൊട്ടിക്കും, പൈസ തന്നില്ലെങ്കിലും തന്നില്ല എന്ന് പറഞ്ഞ് പൊട്ടിക്കും. ആരാടാ നിനക്ക് പൈസ തരുന്നേ? പണവും വന്നില്ല, ബോംബും പൊട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് ബോസ്? അപ്പൊ ബാക്കി ടോക്കി കൂടെ ആരോ സംശയം ചോദിക്കുന്നു. ആർക്കാ സംശയം? ഫാദർ ഓഫ് ദ നേഷൻ ആടാ. ആരാത്? വേറെ ആരല്ല, നമ്മുടെ തന്ത വിജയ്. കള്ളൻ ധോനിയുടെ ബാക്കിൽ ഒളിച്ചിരിക്കായിരുന്നു അല്ലേ? പിന്നെ ഇവര് അവിടെ ഇവിടെ നിന്നിട്ട് കൊറേ ഡയലോഗ് അടിക്കും. ലാസ്റ്റ് ഹാൻസ് വിജയ് ബോംബ് പൊട്ടിക്കാൻ റിമോട്ട് നോക്കുമ്പോ ബോംബ് കാണാനില്ല, റിമോട്ട് കാണാനില്ല. അത് നിന്റെ മാമനെടുത്തോണ്ട് ഓടിപ്പോടാ. അപ്പൊ തന്ത വിജയ് പറഞ്ഞു കൊടുക്കണ്, അതിൽ അവൻ എടുത്തോണ്ട് ഓടി. നീ CCTV നോക്കണം മോനെ. സ്ക്രീനിൽ നോക്ക്, സ്ക്രീനില്. എന്തിനാടാ ഇപ്പൊ അത് പറഞ്ഞു കൊടുക്കുന്നത്? എന്ത് കാര്യം ഉണ്ടടാ? ഒരു മിനിറ്റ് നോക്കൊന്ന് പിടിക്ക് ശിവ. എന്റെ ഇടയ്ക്ക് SKനെ ഒരു ഗസ്റ്റ് റോളിൽ കൊണ്ടുവന്നിട്ട് സിനിമയുടെ പാറ്റേൺ നീ പിടിക്ക്, നിങ്ങൾ പൊളിറ്റിക്സിൽ പോയി പൊളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. സാർ ഇതിനേക്കാളും പ്രധാനപ്പെട്ട ജോലിക്കാ പോകുന്നത് അറിയാം സാർ. അത് നോക്കിക്കോളൂ സാർ, ഞാൻ ഇക്കാര്യം നോക്കിക്കോളാം. എന്ത് കാര്യം ഇതിന്റെയൊക്കെ? പിന്നെ റിമോട്ടിന് വേണ്ടിയുള്ള ഓട്ടമാണ്. അങ്ങനെ മറ്റേ അവൻ ഓടി ഒളിച്ചിരിക്കുന്നത് എവിടെയാ? വിജയുടെ മോളുടെ അടുത്ത്. എനിക്കറിയാമുള്ളത് തന്ത വിജയും ഹാൻസ് വിജയും ഓടുന്നതും ഗുണ്ടകൾ ഓടുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും. എടാ, ഈ ജേഴ്സി ഇട്ട് ഈ ഫാൻസ് എന്തിനാടാ ഈ കൊടിയും പിടിച്ചുകൊണ്ട് കളി അവിടെ നടക്കുമ്പോ ഇവിടെ കിടന്ന് ഓടണേ? ഇതുകൊണ്ട് നിന്റെ അച്ഛനെ കൊടുത്തില്ലേ ഇവിടെയുള്ള എല്ലാവരും ചാകും. അങ്ങനെ ലാസ്റ്റ് വിജയ് മറ്റേയാളെ കണ്ടുപിടിക്കും. അപ്പൊ അയാൾ പറയാ, റിമോട്ട് ഞാൻ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി മോൾഡേ കൊടുത്തിട്ടുണ്ടെന്ന്. ബെസ്റ്റ് ആയിട്ട്. പിന്നെ രണ്ടുപേരും പെണ്ണിന്റെ പുറകോട്ടം. എന്നാലും ഈ ഫ്ലാഗും പിടിച്ച് ഇത്രയും ജേഴ്സിയും വിട്ടുകൊണ്ട് വന്ന ഈ ഫാൻസ് എന്തിനാടാ വെറുതെ അവിടെ കറങ്ങി കിടക്കുന്നേ? പോയി കളി കാണണ. അപ്പൊ അവിടെ ഷോക്കി വെച്ചാണ് 2 ബൈക്ക് ഇരിക്കുന്നത്. ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് തരാന്ന് പറഞ്ഞ് വിജയ് എടുത്തുണ്ടോ. എന്റെ സംശയം എന്ന് വെച്ചാൽ ഈ പെണ്ണിനോട് വിജയ്ക്ക് കൊടുക്കാനാ പറഞ്ഞേ. ഈ പെണ്ണതും കൊണ്ട് എന്തിനാടാ സ്റ്റെപ്പ് ഓടിക്കാറണേ? എടാ, ചെക്കോപ്പ് സ്റ്റേഡിയത്തിന്റെ മുകളില് ആസ്പെറ്റോസ് ഷീറ്റിൽ നിങ്ങൾക്ക് എന്താണ് ആ പരിപാടി? ഇതൊക്കെ ദ്രവിച്ചിരിക്കും, ഒടിഞ്ഞു വീഴും. എടാ, എവിടെ കൂടെയൊക്കെയാണോ നീ ബൈക്ക് ഓടിക്കുന്നേ? ഇതിന്റെ ഇടയ്ക്ക് ധോനി ഇറങ്ങി വരുന്നത് കാണിക്കുന്നു. എന്തിനാടാ ഇവരിതൊക്കെ വലിച്ചടക്കുന്നതിലേക്ക്? ബൈക്ക് ചാടിക്കണ്. ധോനി നോക്കുമ്പോ ആണ്ടാ പോണൊരു ബൈക്ക്. എല്ലാ തവണയും ധോനി ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കും. അത് വിജയുടെ ബൈക്ക് ചാടിച്ചോണ്ട് നോക്കിയതാണ്. ഈ ഇജാതി വിറ്റ് അയ്യോ ആരുമില്ലല്ലോ ഇതൊന്നും പറഞ്ഞു ചിരിക്കാൻ. ധോനി ബി ലൈക്ക്, ഈശ്വര ഒരു ബൈക്കല്ലേ പോണേ. അങ്ങനെ ബൈക്ക് പോയി ഇടിച്ച് ഹാൻസ് വിജയ് തെറിച്ച് താഴേക്ക് പോകുന്നു. മോൾ ഇപ്പുറത്തേക്ക് പോകുന്നു. റിമോട്ട് കിട്ടുന്നു. ഒരു കടുകുമണി വ്യത്യാസത്തിൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വീണിരുന്നെങ്കിൽ മോള് തെറിച്ചു പോയെന്ന്. പക്ഷെ താഴേക്ക് പോയ വിജയ് കേറി വന്നു. എന്താല്ലേ? പിന്നെ കുറച്ചു നേരം ഫൈറ്റ്, ഇടി, കമന്ററി, ഇടി, കമന്ററി, ഇടി, ഇടി, കമന്ററി, വെറുപ്പിക്കും. ആരാടാ ആസ്പെറ്റോസ് ഷീറ്റിന്റെ മുകളിൽ വാട്ടർ ഹീറ്റർ കൊണ്ടെന്ന് വെച്ച്? അങ്ങനെ ലാസ്റ്റ് ഹാൻസ് വിജയിനെ ഇടിച്ചിട്ട് തന്ത വിജയ് സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പൊ ഇത്ര നേരം റിമോട്ടും പിടിച്ചോണ്ട് ഓടിയപ്പോ ആ പെങ്കൊച്ചിനെ അങ്ങോട്ട് ഓഫ് ചെയ്താ പോരെ? വാട്ടർ ഹീറ്റർ പൊട്ടിച്ചു കഴിഞ്ഞാൽ PVC പൈപ്പാണോടാ കിട്ടുന്നത്. പിന്നെയും കുറെ ഡയലോഗ്. എന്താ ചുണ്ടത്തിൽ ലിസ്റ്റ് കിട്ടാ? ഏത് ഷെയ്ഡ്? എന്താ ഇങ്ങനെ ക്രിഞ്ചായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നത്? ആ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. ആരുടെ ഫാനാ നീ? ആര് ഫാൻ? ഉഷ ഫാൻ അല്ല. അപ്പൊ തളപതി അല്ലേ? ഓ, ഓട്ട് കിട്ടണം. തലയുടെ ഫാൻസിനെ കയ്യിലെടുക്കണമല്ലോ. അത് എടാ, മനുഷ്യൻ എങ്ങനെ ദേഷ്യം വരാണ്ടിരിക്കൂടാ? ഈ തോക്ക് ഇയാളുടെ കയ്യിൽ ഉണ്ടായിട്ടാണോ ഇത്ര നേരം വെയിറ്റ് ചെയ്ത് ഇടിച്ചുകൊണ്ടിരുന്നത്? ആ തോക്കെടുത്ത് നേരത്തെ വെടിവെച്ചോടോ. ലാസ്റ്റ് വെടിവെച്ചിൽ അവനെ കൊല്ലും. ധോനി ആ ടൈമിൽ 6 അടിച്ച് കളി ജയിപ്പിക്കും. ഇവര് രണ്ടുപേരും ഗോട്ടാണെന്ന് അങ്ങോട്ട് സമ്മതിക്കണം. ഒക്കെ സമ്മതിച്ച്, നിങ്ങൾ രണ്ടും ഗോട്ട്, നിങ്ങൾ സൂപ്പർ ആടുകളാ. ഒരു കാര്യത്തില് ഈ സിനിമ അവിടെ അവസാനിച്ചു. ഇതാരാ?
ഡബിളാ ഡബിള് അല്ല ത്രിബിളാ ത്രിബിള്. എപ്പോഴാണെന്ന് പറയൂ സഞ്ജയ്. സഞ്ജയ അതാരാ? കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്തിന്? ഈ ക്ലോണിംഗ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി അവിടെ എഴുതി കാണിച്ച ഡയറക്ടർ സാറേ വളരെ നന്ദിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു എന്നിട്ട് സംഭവം. ഇഡലി തട്ടിൽ ഇഡലി ചൂടുന്ന പോലെയല്ല ഓരോ ക്ലോൺ വിജയ് പുറത്തേക്ക് ഇറങ്ങണേ. എന്നാ പിന്നെ ഇതൊരു മാർക്കറ്റിംഗ് പ്രൊഡക്റ്റ് ആയിട്ട് അങ്ങോട്ട് ഇറക്കിക്കൂടെ? അങ്ങനെ ലാസ്റ്റ് എഴുതി കാണിക്കും അടുത്ത പാർട്ടിന് വെയിറ്റിംഗ്. പൊന്നു വിജയണ്ണ 69 അഭിനയം നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ വെങ്കട് പ്രഭു ഇതിന്റെ സെക്കൻഡ് പാട്ട് ഇറക്കാൻ അണ്ണനെ കൺവിൻസ് ചെയ്ത് വന്നേരെ. എന്തായാലും നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും ആയോ എന്ന് എനിക്കറിയില്ല, എനിക്കെല്ലാമായി തൃപ്തിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്തുകൊണ്ടാണെന്ന് പ്ലീസ് ഒന്ന് എഴുതി അറിയിക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഞായറാഴ്ച കാണാം. അതുവരെ